ഒഫീഷ്യൽ മലയാളിക്ക് ഏവർക്കും സ്വാഗതം. ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ചെയ്യാം എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് തന്നെ യാദർശ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായി തന്നെ ഒരു പോസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിലാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ ഒരു അറിയിപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ബീച്ചിൽ നമ്മൾ മോർണിംഗ് വാക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഒരു വീഡിയോ ചെയ്യാമെന്നോ ഒന്നും വിചാരിച്ച് വന്നതല്ല, നമ്മളൊരു മോർണിംഗ് വാക്ക് എന്ന രീതിയിൽ വന്നതാണ്. അപ്പോൾ വളരെ രസകരമായി തോന്നിയൊരു കാര്യം പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബീച്ചുകളിലെല്ലാം ക്ലീനിങ്ങിനും അല്ലെങ്കിൽ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു യുവാവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പത്നിയെ പറ്റിയും ഞാൻ ആ വീഡിയോ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരവരുടെ ജോലി ഇല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശങ്ങളോ ഇല്ലെങ്കിൽ ഒരു പൊതു അറിയിപ്പ് ഉൾപ്പെടെയായിട്ടൊക്കെ നൽകുന്ന കാര്യത്തിന് താഴെ ഒരുപാട് മോശമായ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല ഇൻ്റർവ്യൂസിൻ്റെയൊക്കെ ഒരു സെക്ഷൻസൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, പല ബീച്ചുകളിലും സിറിഞ്ചുകളിലെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി അറിയിക്കാൻ വേണ്ടിയും അതുപോലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയൊക്കെ അത് എടുത്ത് കാണിക്കുന്ന ഒക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയും ഒരുപാട് മോശമായ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം ബീച്ചിൽ ഇപ്പോൾ വാക്കിങ്ങിന് നടക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് എൻ്റെ കണ്ണിൽ ഈ സിറിഞ്ചുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി. സാധാരണ നമ്മൾ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഉള്ള ഒരു സാധാരണ ചിന്താഗതിയിൽ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള രീതി മാത്രമല്ല, എന്നാൽ അതിൽ വേർതിരിച്ചു മറ്റൊരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതിലെ പൊരുളുകൾ ഞാൻ പിന്നീട് ചിന്തിച്ചു. ഇതെങ്ങനെയാണ് ഈ സിറിഞ്ചുകൾ ഒരു കടൽ തീരത്തുകളിൽ മണലിലൊക്കെ വരിക എന്ന് ചിന്തിച്ചു. ലഹരി ഉപയോഗത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണത്. എത്രത്തോളം നമ്മൾ യുവാക്കൾ, പുതിയ തലമുറയും മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ കാഠിന്യം എത്രയുണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ അവശിഷ്ടങ്ങൾ കടലിൽ നിന്ന് അല്ലെങ്കിൽ കടലിൻ്റെ തീരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് മാലിന്യങ്ങൾ കിടക്കുന്ന കാണാം. ഇത് നമുക്ക് ഈ വഴിയിൽ തന്നെ കാണാം, ഒരുപാട് മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിരിക്കുന്നു. അത് മറ്റു കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ എത്രത്തോളം ഗൗരവമേറിയ കാര്യമാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നു പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചാനൽ നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഇല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസായി ഇത് മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. സൈനിങ് ഓഫ് ഒഫീഷ്യൽ മലയാളി.